രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഒരു പുതിയ പേര് ലഭിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അർഹതപ്പെട്ടത് സ്വാഭാവികമായിട്ട് ലഭിക്കും, ചില ആൾക്കാർ ചോദിച്ചു മേടിക്കും. അങ്ങനെ അയാൾക്ക് അർഹതപ്പെട്ടത് അയാൾ ചോദിച്ചു മേടിച്ചു. ഇന്നത്തെ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളയാളാവണം. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്തവർ ജനപ്രതിനിധി ആവാൻ പാടില്ല. ഹൂ കെയേഴ്സ് എന്നതാണ് ചോദ്യം. അതിനുത്തരം പീപ്പിൾ കെയേഴ്സ് എന്നുള്ളതാണ്. ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചാൽ പീപ്പിൾ കെയേഴ്സ് എന്നാണ് BJPയുടെ ഉത്തരം. അതുകൊണ്ട് ഒരു കാരണവശാലും ജനപ്രതിനിധിയായി ഇരിക്കാൻ അയാൾക്ക് അവകാശമില്ല. ജനപ്രതിനിധിയായിട്ട് ഈ കാര്യത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും മാധ്യമങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന സ്വഭാവമാണ്. എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, ദേശീയ നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല, സംസ്ഥാന നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്കുമ്പിളിലാണ് ദേശീയ സംസ്ഥാന നേതൃത്വമെന്നാണ്. അങ്ങനെ ലോകത്തുള്ള സകല തോന്നിവാസവും ചെയ്തിട്ട് ജനപ്രതിനിധിയായിട്ട് പാലക്കാട് വിലസാമെന്ന് വിചാരിക്കേണ്ട പാലക്കാടിൻ്റെ അതിർത്തി ഈ വേഷം കെട്ടുമായി ഞങ്ങൾ കയറ്റില്ല. അതിനകത്തൊരു സംശയവുമില്ല. അങ്ങനെ വന്നാൽ എത്ര മാന്യതയില്ലാത്ത ഭാഷയാണ്. ഇത്രയും നാളും പറഞ്ഞിരുന്നത് അങ്ങനെയല്ലല്ലോ. ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ, ഒരാൾക്ക് വസ്ത്രം, ഏത് വസ്ത്രം വേണം ധരിക്കാൻ എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടമാണെന്നാണല്ലോ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ദിവസം കൊണ്ടത് മാറി. എന്ത് അല്പ വസ്ത്രധാരണയായാലും ചാരിത്രം എന്ന് പറയുന്നത് സ്വഭാവമാണ്. ആ സ്വഭാവം, നല്ല സ്വഭാവം, ഒരു സ്ത്രീത്വം അവർക്കുള്ളിലുള്ളത് കൊണ്ടാണ് വളരെ കൃത്യമായി, വളരെ പ്രകടമായി പറയേണ്ട സ്ഥലത്ത് ആദ്യം പറഞ്ഞത്. ഇന്നലെ രാത്രിയിൽ ആ സ്ത്രീ സംസാരിച്ചത് എൻ്റെ മനസ്സിലുള്ള ബിംബം, ഞാൻ ആരാധിച്ചിരുന്ന ബിംബങ്ങൾ തകർന്നു പോയില്ല. അതിനർത്ഥം എന്താ? VD സതീശനെ പോലുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് പച്ച മലയാളത്തിൽ. ഞാൻ ആരാധിച്ചിരുന്ന ബിംബം തകർന്നു പോയി. അപ്പം ഇവരൊക്കെ ഈ വക വേഷം കെട്ടിന് ഒത്താശ ചെയ്യുന്നവരാണോ എന്ന് സംശയിക്കുന്നു. അതല്ലെങ്കിൽ നാളെ തിരിച്ചു ചോദിച്ചാലോ മാങ്കൂട്ടത്തിൽ ഞാൻ മാത്രം എന്തിന്, നിങ്ങൾക്കും ഇല്ലേ ഇതൊക്കെ എന്ന് ചോദിച്ചാലോ? കൂടെ കിടക്കുന്നവനേ വ്യാപിനെ അറിയുള്ളൂ, ഞങ്ങൾക്കറിയില്ല. അല്ല പിന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെ ചെയ്യുമോ? ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ. ഏതെങ്കിലും ഒരു കുട്ടിയാണ്, ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ നമുക്ക് മനസ്സിലാവാം. ഇങ്ങനെ വരില്ലേ ഓരോ ദിവസം പുതിയ 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 ആരോപണങ്ങൾ, ചാറ്റ്. യാതൊരു സംശയമില്ല, ജനപ്രതിനിധി ആവാനുള്ള യോഗ്യതയില്ല. ഇയാൾ മനോരോഗിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മനോരോഗിയാണ്, സെക്ഷൽ പെർവേർഷനാണ്, മനോരോഗിയാണ്. പറ്റുമെങ്കിൽ VD സതീശൻ ആദ്യം ചെയ്യേണ്ടത് ആ MLA സ്ഥാനം രാജിവെച്ച് ഏതെങ്കിലും ആശുപത്രി കൊണ്ട് കാണിച്ച് ആ മനോരോഗം മാറ്റി വീണ്ടും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇത് അത്യന്തം അപകടമാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട കുടുംബത്തിലെ ആളുകൾ ഈ പെൺകുട്ടികളെയൊക്കെ രാഷ്ട്രീയത്തിലും മാധ്യമരംഗത്തേക്കും ഒക്കെ കൊണ്ടുവരുന്നത് അവരുടെ വീട് രക്ഷപ്പെടാനും അവരുടെ ഭാവി സുനിശ്ചിതമാവാനാണ്. ഇത്തരത്തിലെ മനോരോഗികളുടെ കൂടെയാണെങ്കിൽ, മനോവൈകൃതം ഉള്ള ആളുകളുടെ കൂടെ നടന്നാൽ അത്യന്തം അപകടമാണ്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യം, ഈ വോട്ടർ പട്ടിക വിവാദം സുരേഷ് ഗോപി അദ്ദേഹം വാനരന്മാർ എന്ന് ആക്ഷേപിക്കുകയുണ്ടായി. അതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? ഈ വാനരന്മാരെന്ന് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്താലും അത് അതേ സമയത്ത് നോക്കി അതേപോലെ ചെയ്യുന്ന ആൾക്കാരാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത് അതേപോലെ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണത്. രാഹുൽ ഗാന്ധി ചെയ്യുന്നതിനകത്തും ബേസില്ല. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ പരാതി കൊണ്ടുവന്ന CS-DS ചെയർമാൻ പരസ്യമായി മാപ്പ് പറഞ്ഞില്ലേ? പക്ഷെ എന്നിട്ട് രാഹുൽ ഗാന്ധി അത് ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അതേ പ്രവൃത്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൽ 74,686 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. ഇവർ മൊത്തത്തിൽ പറയുന്നത് ആകെ 86 വോട്ടാണ്. 86 കള്ളവോട്ട് ചെയ്യുന്ന ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിക്കാം. 4,16,000 വോട്ടായിരുന്നല്ലേ കോൺഗ്രസിന് കിട്ടിയത് 2019? 3,27,000 കുറഞ്ഞില്ലേ? 90,000 വോട്ട് അവിടെ പോയി. വോട്ട് ചെയ്യുന്ന ആർക്കറിയാം? കള്ളവോട്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു മിനിറ്റ്, കള്ളവോട്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരാൾ മരിച്ചിട്ട് ആ പേരിൽ വോട്ട് ചെയ്യുക. പണ്ട് നമ്മുടെ CPM-ന്റെ ഒരു വലിയ നേതാവിൻ്റെ ഭാര്യ നെഞ്ചത്തടിച്ച് നിലവിളിച്ചില്ലേ, എൻ്റെ ഭാര്യ ഭർത്താവ് ഇവിടെ വന്നു പോയത് ഞാൻ അറിഞ്ഞില്ല, മരിച്ചിട്ട് 1 മാസമായി.
അങ്ങനെ മരിച്ച ആളുടെ പേരിൽ വോട്ട് ചെയ്യുക, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഒരാൾ 2 വോട്ട് ചെയ്യുക, അയാളുടെ പേരിൽ വോട്ട് ചെയ്യുക, വേറൊരാളുടെ പേരിൽ വോട്ട് ചെയ്യുക, അങ്ങനെ വോട്ട് ചെയ്ത് പരാതി ഉണ്ടോ? ഇല്ല. പിന്നെ എന്തായി കള്ളോട്ട്? അല്ല, ഇല്ലാത്ത വിലാസത്തിന് വോട്ട് നിങ്ങൾക്ക് ഏത് വിലാസത്തിൽ വേണേൽ ആൾക്കാരെ ചേർക്കാൻ പറ്റും. അതിലർത്ഥമൊന്നുമില്ല. പർപ്പസ്ഫുള്ളി ജയിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായി വോട്ട് ഒരു മണ്ഡലത്തിൽ ചേർക്കുന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. വോട്ട് ചേർത്തുന്നുള്ളതല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. മണ്ഡലത്തിൽ നിന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. അത് നാളെയും ചെയ്യും. വിലാസം വ്യാജമൊന്നുമില്ല. വീട്ടുടമയ്ക്ക് പോലും അറിയില്ല. അല്ല, അതൊക്കെ 1-2 പല തെറ്റിദ്ധാരണയും, ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഞാൻ തൃശ്ശൂർക്കാരനാണ്, അങ്ങനെ ഒരു വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സ്ഥലത്ത് മറ്റോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതേപോലെ വോട്ടുകൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിപ്പോ തീരുമാനിച്ചിട്ടില്ല. ലോക്സഭയിൽ ജയിക്കാനാണ് തീരുമാനിച്ചത്. വർഷമല്ലേ ഉള്ളൂ. അതൊക്കെ നിയമസഭയുടെ സമയമാകുമ്പോൾ അപ്പൊ ആലോചിക്കും. ഇപ്പൊ പറയാൻ പറ്റും. ഇവിടെ ചേർത്തിട്ട് ജയിക്കാൻ വേണ്ടി വോട്ട് ഇന്ത്യയിൽ മൊത്തമുള്ള വോട്ട് കൊണ്ട് മണ്ഡലത്തിൽ ചേർക്കാന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ധാർമ്മികതയില്ലായ്മ ചെയ്ത് ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ജമ്മു കാശ്മീരിലുണ്ട്. ഞാൻ മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ജമ്മു കാശ്മീരിലുണ്ട്. അയാള് ജമ്മു കാശ്മീരിൽ വോട്ട് ചെയ്യാതെ ഇവിടെ വന്ന് അയാൾ എനിക്ക് വേണ്ടിയിട്ട് 1 വർഷം വർക്ക് ചെയ്ത് വോട്ട് ചെയ്താൽ എന്നാ ധാർമ്മികത? അപ്പൊ തിരിച്ചൊരു ചോദ്യമുണ്ട്. BJPയുടെ ഒരു കാൻഡിഡേറ്റ് ജയിക്കാതിരിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് 2 പേരും കൂടി പരസ്പരം സന്ധി ചെയ്ത് BJPയുടെ ആളുകളെ തോൽപ്പിക്കാൻ വോട്ട് വിൽക്കുന്നത് ധാർമ്മികതയാണ്. സുരേന്ദ്രൻ തോറ്റത് 86 വോട്ടിനാണ്. ഇടത് വോട്ട് വലത് വോട്ടും തമ്മിലും അങ്ങോട്ട് മറിച്ചു കൊടുത്തിട്ടില്ല തോറ്റത്. അത് അല്ല, ഞങ്ങൾ വിനിയോഗിച്ചല്ല. അത് ധാർമ്മികതയാണെങ്കിൽ ഇതും ധാർമ്മികതയാണ്.